അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിവരക്കേട് അലങ്കാരമായി കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് അനിൽ മുഹമ്മദ് എന്ന് പറയാതെ തന്നെ ഒരുവിധം ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും അനിൽ മുഹമ്മദിന് തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് അനിൽ മുഹമ്മദ് തന്നെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അനിലേട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി കൈയിടും. മാളത്തിൽ നിന്ന് കടികൊള്ളുമ്പോൾ ഞാൻ നിന്നെ പിടിക്കാൻ വന്നതല്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞ് കുരയ്ക്കാൻ തുടങ്ങും. ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അനിൽ മുഹമ്മദിനെ കുറിച്ച് അനിൽ അണ്ണ എന്ന് വിളിച്ചു. എന്നെ വിസ്റ്റം കുഞ്ഞേ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി ആയിക്കൊണ്ട് ഏതായാലും കുഞ്ഞേ എന്ന് വിളിച്ചതിന് ബഹുമാന പുരസ്സരം അണ്ണ എന്ന് വിളിക്കാം എന്ന രീതിയിൽ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ അണ്ണ എന്ന് വിളിക്കാം. അണ്ണൻ ഭക്തി മൂത്തത് കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് അത് പിടിച്ചില്ല. എന്നോട് പറയുകയാണ്, ചേച്ചെ വളരെ മോശമായി പോയി അണ്ണ എന്ന് വിളിച്ചത്, ആ ചേച്ചെ എന്നത് ചീച്ചി എന്നാക്കാം, എന്നിട്ട് അണ്ണ എന്ന് പറഞ്ഞത് അണ്ണാച്ചി എന്നാക്കി കഴിഞ്ഞാൽ എന്നോടൊക്കെ ബേജാറ് മാറുകയാണെങ്കിൽ എനിക്കൊരു പ്രയാസവുമില്ല, ഇനി നമുക്ക് അണ്ണാച്ചി എന്ന് വിളിക്കാം. അനിൽ അണ്ണാച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാകാൻ സാധ്യത. അയാൾക്കെതിരെ എന്തും പറയാം, അതൊന്നും അണ്ണാച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ഡോളർ കൺവേർട്ട് ആയിക്കൊണ്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറി അദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് ഭദ്രമായി കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അണ്ണ എന്ന് വിളിച്ചാലും അണ്ണാച്ചി എന്ന് വിളിച്ചാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. എന്നാൽ അണ്ണ എന്നത് മാറ്റി അണ്ണാച്ചി എന്നതാക്കിയത് അണ്ണൻ ഭക്തന്മാർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്നത് കൊണ്ടാണ് നമുക്ക് വിഷയത്തിലേക്ക്. ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ കൊടക് ഭാഗത്ത് നടന്ന ഒരു പ്രഭാഷണത്തിന്റെ ഏതാനും ഭാഗങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് അണ്ണാച്ചി നടത്തിയ മറുപടിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ സംസാരം. മിണ്ടി തുടങ്ങുമ്പോഴാണ് ഇതിനു മുമ്പ് മിണ്ടിയവനേക്കാൾ വെളിവ് കെട്ടവനാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലായി പോകുന്നത്. ഹുസൈൻ സലഫിയുടെ അന്താരാഷ്ട്ര പ്രസംഗം നയതന്ത്ര ബന്ധങ്ങളെ വ്യാഖ്യാനിച്ചത് പുള്ളി കഷ്ടം. അഹങ്കാരവും ധിക്കാരവും തന്നിഷ്ടവും തോന്നിവാസങ്ങളും ഒക്കെ മനുഷ്യരൂപം പൂണ്ട് വന്ന ഇരുകാലിയാണ് ഈ അനിൽ അണ്ണാച്ചി. യാതൊരു സംശയവുമില്ല. ഭക്തന്മാർ സമാധാനിക്കും. നമുക്ക് ചിലതൊക്കെ കാണാനുണ്ട്. അനിൽ സാറ് പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ അണ്ണാച്ചി ഭക്തന്മാരുണ്ട്. ആ അണ്ണാച്ചി ഭക്തന്മാർക്കുള്ള മറുപടി ആയിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അണ്ണാച്ചിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാച്ചി എല്ലാറ്റിനും മറുപടി പറയും. അതിൽ ഞാൻ കൃത്യമായിട്ട് അതിനൊക്കെ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. അനിൽ അണ്ണാച്ചിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അതിനൊക്കെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോകും. പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഗൗരവത്തിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ മൂപ്പർ പിടിക്കലാണ്. ഞാൻ അതിന്റെ പരുവത്തിന് പറഞ്ഞ് അടുത്ത മാർഗം അടുത്ത സ്റ്റേഷനിൽ പിടിക്കും. ആ അടുത്ത സ്റ്റേഷനിൽ പിടിക്കും. അവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അനിൽ അണ്ണാച്ചിയുടെ ചീട്ട് അങ്ങോട്ട് കീറും എന്നുള്ളത് കൊണ്ടായിരിക്കാം അനിൽ അണ്ണാച്ചി അടുത്തതിലേക്ക് പോകുന്നത്. നമ്മുടെ ഈ ഉച്ചഭ്രാന്ത് അല്ലെങ്കിൽ ഈ വികാരഭ്രാന്ത് ബാക്കിയുള്ള മനുഷ്യരോട് എടുക്കുന്നത് കുറച്ചുകൂടി കരുതിയാൽ നല്ലതാണ്. ഇനി നമുക്ക് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അനിൽ അണ്ണാച്ചി നടന്ന സംസാരം ഒന്ന് കേൾക്കാം. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ലോകത്തുള്ളവരെല്ലാം ആശങ്കയിലാണ്, ഉത്കണ്ഠയിലാണ്. പക്ഷെ താങ്കളോ ആവേശത്തിലാണ്. തന്റെ തൊള്ളയിൽ തോന്നുന്നതൊക്കെ വിളിച്ചു കൂവി 4-5 വീഡിയോകളാക്കി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെതറിക്കൊണ്ട് വിവരക്കേടുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളെയും വലിയ വലിയ പദവിയിലൊക്കെ ഉയർത്തി അങ്ങോട്ട് വിടുകയാണ് അനിൽ അണ്ണാച്ചി. എന്തെല്ലാം ന്യൂനതകൾ ഇറാനുമേൽ ആരോപിക്കപ്പെട്ടാലും എന്തൊക്കെ ന്യൂനതകളാണ് ഇറാനുമേൽ ആരോപിക്കപ്പെടുന്നതാണോ? യാഥാർത്ഥ്യങ്ങളല്ലേ നമ്മളിവിടെ പറയുന്നതൊക്കെ. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഈ അധിനിവേശത്തെ 1% പോലും പിന്തുണയ്ക്കാനാവില്ല. ആരാണ് ഇവിടെ പിന്തുണച്ചിട്ടില്ല അണ്ണാച്ചി? ഈ സന്ദർഭത്തിൽ ഒരിക്കലും ഇറാന്റെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ പറയേണ്ട സന്ദർഭവുമല്ല വിവേകമുള്ള മനുഷ്യർക്ക്. വിവരം കെട്ട നിങ്ങളെ പോലെയുള്ള ആളുകൾ വിവരക്കേടുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ വിവേകവും വിവരവുമുള്ള പണ്ഡിതന്മാർ അതിനെതിരെ സംസാരിക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് അണ്ണാച്ചിയെ പോലെയുള്ള ആളുകൾക്ക് വലിയ പ്രയാസവും. വിവരവും വിദ്യാഭ്യാസവും സംഘടനാ ഭ്രാന്ത് കൊണ്ട് കീഴ്പ്പെട്ടാൽ ഏതോ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ കേരളത്തിലുള്ള സംഘടനയുമായി എന്താണ് ബന്ധം? തനിക്ക് പറയാനൊന്നുമില്ല എങ്കിൽ അത് പറഞ്ഞാൽ പോരെ? എന്തിനാണ് സംഘടനയൊക്കെ മെക്കിട്ട് കയറുന്നത്? നേർക്കുനേരെ ആശയം പറഞ്ഞാൽ പോരെ? ഹുസൈൻ സലഫി പറഞ്ഞ വിഷയത്തിൽ തനിക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ അത് താങ്കൾക്ക് വിയോജിപ്പ് പറയാം. അതിന് സംഘടനയുടെ മെക്കിട്ട് കയറേണ്ട ആവശ്യം എന്താണ്? ഇനി ഹുസൈൻ സലഫി ആയാലും ആ ഭ്രാന്തിന് അടിമപ്പെട്ടു പോകും എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഞാൻ കാണാനിടയായ ഒരു വീഡിയോ ക്ലിപ്പ്. താങ്കൾ മാത്രമല്ല നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്. ചരിത്രബോധവും കുറച്ചൊക്കെ തിരിച്ചറിവുമുള്ള ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ താങ്കളെ പോലെയുള്ള വിവരം കെട്ട വികാരജീവികൾക്ക് ഇതൊന്നും തിരിച്ചറിയാനുള്ള വിവേകം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വീഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് കേൾക്കാം. ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ചില ആളുകളൊക്കെ ഇറാൻ സിന്ദാബാദ് എന്ന് പറയുന്നു, ഇറാനിന്റെ നേതാക്കന്മാരെ ഷഹീദുകളായി വാഴ്ത്തുന്നു. നിങ്ങൾ അതെന്താ വാഴ്ത്തുന്നതിന്റെ കാരണം? എന്താണ് കാരണം?
വ്യക്തമായി മറുപടി പറയുന്ന ആളാണ്. ഇനി വ്യക്തമായി അതിന് മറുപടി പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അണ്ണാച്ചിയുടെ ഭക്തന്മാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇറാന്റെ എന്തെങ്കിലും ഇറാനുമായിട്ട് സംബന്ധം ചെയ്തിട്ടുള്ളത് കൊണ്ടാണോ? ഇറാന് തങ്ങളുടെ ആരെങ്കിലും കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ളത് കൊണ്ടാണോ? അല്ല, വേറെ എന്തെങ്കിലും ബിസിനസ് പരമായോ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കിടന്ന് കുരക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ലോകത്ത് മനുഷ്യക്കുരുതി നടത്തുന്ന ഇത് മുസാഫിന്റെ പറയാണ്. ആര് ഈ കമേനിയും ടീമും ഒക്കെ മുസാഫിന്റെ പറയാണ് ഈ കാലം അത്രയും ജീവിച്ചത്. ഇദ്ദേഹം വാഴ്ത്തുപാട്ട് നടത്തിയതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. പാവപ്പെട്ട ഫലസ്തീനികളെ അടക്കം കൊന്നുതള്ളി. പാവപ്പെട്ട ഫലസ്തീനികളെ മാത്രമല്ല, അതിനു മുമ്പും പല ആളുകളെയും ഈ പറയുന്ന ടീമൊക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതിന്റെ പരിസര രാജ്യങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള അസ്ഥിരതയും ഉണ്ടാക്കുന്ന, അതിന്റെ പരിസര സ്ഥലത്ത് മാത്രമല്ല അണ്ണാച്ചിക്ക് ചരിത്രബോധമോ ഈ പറയുന്ന ടീമുകൾ എന്താ പറഞ്ഞത് എന്നോ കൃത്യമായി അറിയില്ല. ഇവിടെ വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഈ അണ്ണാച്ചിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി എന്താണ് ഇറാന്റെ ചരിത്രമെന്നോ ഇറാന്റെ അജണ്ട എന്താണ് എന്നോ കൃത്യമായി ഒരു ധാരണയുമില്ല. ഇവിടെ ലൈവായി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഈ അനിൽ അണ്ണാച്ചി. എല്ലാ തരത്തിലും മനുഷ്യരെ കൊന്നുതള്ളുന്ന രണ്ട് ലോക ഭീകരന്മാരായ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന അധിനിവേശമായതുകൊണ്ടാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത്. ഇറാനെ പിന്തുണക്കാൻ വേണ്ടി കാംനേയി എന്ന് പറയുന്ന ഒരുത്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഖുർആന്റെ ആയത്തൊക്കെ ഓതി എന്ന് പറയുന്നത് പോലെ ശാന്തി അടഞ്ഞ ആത്മാക്കളെ നിങ്ങൾക്ക് സ്വാഗതം എന്നതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ 36 വർഷം ഇതിനുവേണ്ടി ഏറ്റവും മനോഹരമായി ഏറ്റവും ഉത്തരവാദിത്വപൂർണമായി ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിനിടയിൽ തന്നെ ഒരു ഷഹീദായി യാത്രയാകുന്നു. അതെ, ഇതാണ് ധീരമായ മരണം. ഒരു 85 വയസ്സുകാരന് ലഭിക്കാവുന്ന ഏറ്റവും ചരിത്രപരവും ധീരവുമായ മടക്കയാത്ര. ഷഹീദിന്റെ പദവി നൽകി ശുഹദാക്കളുടെ കൂട്ടത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പടാപ്പാടുപെടുകയായിരുന്നല്ലോ താങ്കൾ. ഇതാണോ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അവൻ നാളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് മാത്രം ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയത് കൊണ്ടുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വികലമായ വികൃതമായ കറപുരണ്ട മനസ്സുള്ള അങ്ങേപ്പോലുള്ളവർക്ക് അതിന്റെ യുക്തി മനസ്സിലാവില്ല. ഹുസൈൻ സലഫി പറഞ്ഞതിനെ നേർക്കുനേരെ ഗണ്ണിക്കാനുള്ള വിവരം പോലും ഇല്ലാത്ത താങ്കൾ സംഘടനയുടെ മെക്കിട്ട് കയറിക്കൊണ്ടാണ് ഈ സംസാരമൊക്കെ നടത്തുന്നത്. ഇനി അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ എന്തർത്ഥത്തിലാണ് ഇവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത്? കാംനേയി സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞല്ലോ, ഷഹീദിന്റെ പദവി നൽകിയല്ലോ. അത് എന്തർത്ഥത്തിലാണ് താങ്കൾ ഈ പറയുന്നത്? മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരായ നമ്മുടെ ഔലിയാക്കന്മാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകന്റെ പത്നിയായ ആയിഷ ബീബിയെയും അഫ്സ ബീബിയെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരൊക്കെ നരകത്തിലാണ് എന്നുമൊക്കെ അത് പ്രഖ്യാപിക്കുന്ന, അത് ഷഹാദത്തായി കൊണ്ട് നടക്കുന്ന അത്തരം ചിന്താധാരയിലുള്ള ആളുകളെയൊക്കെ വലിയ മഹാന്മാരായി വലിയ എന്തൊക്കെയോ ആയി വാഴ്ത്തപ്പെടുകയാണല്ലോ താങ്കളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. താങ്കൾക്ക് ധൈര്യമുണ്ടോ അവർ പറയുന്ന ഷഹാദത്ത് പറയാൻ? പല തവണയായി താങ്കളോട് നമ്മൾ ചോദിക്കുന്നു, താങ്കൾക്ക് ധൈര്യമുണ്ടോ ഷഹാദത്ത് പറയാൻ? താങ്കൾ വലിയ പദവി നൽകിയല്ലോ, എന്നിട്ട് പലതും വികാരജീവികളായി വിവരക്കേടുകൾ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആളുകൾ വിളിച്ചു പറയുകയാണ്. അത്തരത്തിലൊരു വിവരദോഷിയാണ് ഈ പറയുന്ന അനിൽ അണ്ണാച്ചി. വാഴ്ത്തുന്നു. നിങ്ങൾക്കറിയാമോ ആരാണ് ഇറാൻ എന്ന്, ആരാണ് അപ്പുറത്തുള്ള ഇസ്രായേൽ എന്ന്? രണ്ടും ആദ്യം ഇറാൻ ആരാണ് എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ഇസ്രായേൽ അന്നേരമാണ് പുള്ളി പെട്ടെന്ന് ഓർത്തത് ഇറാനെ പറയുന്നതിന് മുമ്പ് ഇസ്രായേലിനെ എന്തെങ്കിലും പറയണമല്ലോ എന്ന്. ഇത് കണ്ടില്ലേ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബകമെന്നവർ സിയമടൂരായിരിക്കുകയാണ് ഈ അനിൽ അണ്ണാച്ചി. അനിൽ അണ്ണാച്ചി പറയുന്നുണ്ടില്ലേ, ഹുസൈൻ സലഫി അങ്ങനെയാണ് പറയാൻ വേണ്ടി പോയത്, എന്നിട്ട് പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇറാനെ എന്തെങ്കിലും പറയെങ്കിൽ ഇസ്രായേലിനെയും കൂടി ഒന്ന് പറയണമല്ലോ, അത് പെട്ടെന്ന് അത് മൂപ്പർക്ക് ഓർത്തത്. ഈ അനിൽ അണ്ണാച്ചി എഴുതി കൊടുത്ത നോട്ട് അനുസരിച്ചാണ് ഹുസൈൻ സലഫി പ്രസംഗിച്ചത് എന്നാണ് തോന്നിപ്പോ. ആ കോലത്തിലാണ് ഈ പറഞ്ഞു വെക്കുന്നത്. പിന്നെ പുള്ളി നേരെ ഇസ്രായേലിലേക്ക് പോയി. കൂട്ടങ്ങളാണ് ഇസ്രായേലും കടുത്ത പാപികളാണ്, അവര് കടുത്ത ഭോഷന്മാരാണ്, അവര് കടുത്ത ആക്രമികളാണ്. ജൂത സയനിസം മുസ്തഫയോട് ഏത് കാലത്തും വിരോധം വെച്ചവരായിരുന്നു അവര്. റസൂലുള്ളാഹിനെ കൊല്ലാൻ വിചാരിച്ചവരാണ്. ഇസ്ലാമിനോട് ഏറ്റവും വെറുപ്പുള്ള കക്ഷികളാണ്. ഇന്നും അവരങ്ങനെ തന്നെയാണ്. അവരാണ് ഒരു ഭാഗത്ത്. ഇതാണ് എത്ര ആ വിമർശനത്തിന്റെ ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. എന്തോരം വാക്കുകളാണ് ഇതായിട്ട് പറയുന്നത്. എന്നാൽ അത് പറയുമ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ഇവർക്ക് വേണ്ട താവളമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നവരെ കുറിച്ചൊരു അക്ഷരം പുള്ളി പറയൂല. ഇപ്പൊ ഈ ഇറാനെ അടിക്കാൻ വേണ്ടി പറയുന്ന GCC രാഷ്ട്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി മറ്റവരെ കൊണ്ട് വലിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് താവളമൊക്കെ ഒരുക്കി കൊടുത്ത് എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങിക്കോ, അടിച്ചോളൂ എന്ന് പറഞ്ഞെടുത്തണക്കെയാണ് ഈ അണ്ണാച്ചിയുടെ സംസാരം. ഞാൻ അടുത്ത ഭാഗം കേട്ടോളൂ.
അവരങ്ങനെ തന്നെയാണ്. അവരാണ് ഒരു ഭാഗത്ത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ലല്ലോ. എന്നാൽ ഇപ്പുറത്തുള്ള ഇറാൻ എന്ന് പറയുന്നവരോ അവര് നല്ല പിള്ളകളാണ്. അവർക്ക് ഇസ്ലാം ശരിയാകണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയണം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ തെറി വിളിക്കണം, വ്യഭിചാരിണിയാണെന്ന് പറയണം, നമ്മുടെ ഉമ്മ ഹഫ്സ ബീവിയെ മോശക്കാരിയായി പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമികമായ നിലക്ക് സർവ്വ മുസ്ലിം രാജ്യങ്ങളോടും അവർക്ക് തീരാത്ത. ആദ്യത്തെ ഭാഗം കേട്ടില്ലേ? ഇങ്ങനെയൊക്കെ മോശമാണെന്ന് പറയണോ, അത് ചെയ്യണം, ഇത് പറയണമെന്ന് പറഞ്ഞ് എവർക്കോ ഈ പറഞ്ഞ വിഷയങ്ങൾ കണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ചും അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചും അതേപോലെ ആയിഷ ബീബിയെ ഹഫ്സ ബീബിയെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ഹുസൈൻ സലഫി. ഇനി അതിനുള്ള മറുപടി അണ്ണാച്ചി പറയുന്നുണ്ടോ? വല്ല പ്രാമാണികമായി കൃത്യമായും വ്യക്തമായും മറുപടി പറയാറുണ്ട് എന്ന രീതിയിലാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇനി കൃത്യമായുള്ള മറുപടിയാണ് കേൾക്കാൻ പോകുന്നത്. ഇവരൊരുമിച്ചൊരു സംഘടന ഉണ്ടാക്കി പിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ പഴയ സംഘടനയിൽപ്പെട്ടവരെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് നടത്തുന്നത്, എത്ര പള്ളിയിലാണ് അടി നടത്തുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കാൻ വേണ്ടി എത്ര കേസുകളാണ് കൊടുക്കുന്നത്, അതിലെത്ര വ്യാജക്കഥകളും കള്ളക്കഥകളുമാണ് ഉള്ളത്, ഒരു സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത എത്ര കേസുകൾ മൂലം എത്ര പള്ളികളുടെ പേരിൽ എത്ര ലക്ഷം രൂപ കോടതികളിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നല്ല മറുപടിയല്ലേ അണ്ണാച്ചി? എങ്ങനെ ഇരിക്കണ്? അണ്ണാച്ചിയുടെ മറുപടി എങ്ങനെയുണ്ട്? അണ്ണാച്ചി സ്വർഗത്തിലേക്ക് അയച്ച ടീമിനെ കുറിച്ചാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. അതിലുള്ള മറുപടി എന്താണ്? സംഘടനയെ കുറിച്ച്. വലിയ സംഭവമാണ്, വലിയ പണ്ഡിറ്റാണ്, ഡോക്ടറൊക്കെയാണ്, ഞാൻ വലിയ എന്തൊക്കെയോ ആണ് എന്നുള്ള ധാരണയുമാണ്. ഇവിടെ അവർക്ക് വലിയ താവളങ്ങളൊക്കെ ഒരുക്കി. ഈ ചങ്ങാതി ഏതിലൂടെയാണ് ഈ സംസാരിക്കുന്നത്? അമേരിക്കൻ കമ്പനിയായ യൂട്യൂബിലൂടെ, അമേരിക്കൻ കമ്പനിയായ ഇൻസ്റ്റാഗ്രാമിലൂടെ, അമേരിക്കൻ കമ്പനിയായ ഫേസ്ബുക്കിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ തള്ളിവിടുന്നത്. മൈക്രോസോഫ്റ്റ് ആരുടേതാണ് അണ്ണാച്ചി? ഗൂഗിൾ ആരുടേതാണ് അണ്ണാച്ചി? ജിമെയിൽ ആരുടേതാണ് അണ്ണാച്ചി? ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ആരുടേതാണ് അണ്ണാച്ചി? വാട്സപ്പ് ആരുടേതാണ് അണ്ണാച്ചി? നിങ്ങളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് ഇതൊക്കെ ആ അമേരിക്കയോടുള്ള ശത്രുതയുണ്ടല്ലോ, വല്ലാണ്ട് അങ്ങോട്ട് തിളച്ചു കയറുന്ന ശത്രുത, ആ തിളച്ചു കയറുന്ന ശത്രുത വെച്ചുകൊണ്ട് ഒന്ന് ബഹിഷ്കരിക്കുക. ഇതിലൂടെ നിങ്ങൾ ഈ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ വരുമാനം വരുന്നത്, അവർക്കും വരുമാനം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്ക്. അവർക്ക് ലഭിക്കുന്ന ആ വരുമാനമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി താങ്കൾക്കുള്ള ആ ഒരു ആത്മാർത്ഥത സമൂഹം ഒന്ന് കാണട്ടെ. താങ്കൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്ക്. അതാണല്ലോ വേണ്ടത്. അതൊക്കെ ഒന്ന് ഒഴിവാക്ക്. എന്നിട്ട് ഹുസൈൻ സലഫിനൊക്കെ ഡയലോഗ് കൂട്ടിക്കും. ഷിയായിസവും സുന്നി അതിനകത്ത് അവരുടെ ഒരു വിശ്വാസധാരയുടെ ഭാഗമായുള്ളതാന്ന് പറയാം. ഇതോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമാണ്. ഹറമിനെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ അവിടെ നിന്ന് എടുത്ത് പുറത്തേക്കിടണം എന്ന് പറയുന്ന ആളുകൾ, ഹറമിന്റെ മിമ്പറുകളിൽ വെച്ച് ഇവർക്കെതിരെ ശാപപ്രാർത്ഥന എന്ന് സ്വപ്നം കണ്ടു കഴിയുന്ന ആളുകൾ, ഇവരും സുന്നികളും തമ്മിൽ നിസ്സാര പ്രശ്നമാണോ? ഇതൊക്കെ ഇവരുടെ അഖീദ നിസ്സാരമാണോ? ഇവർ വെച്ച് പുലർത്തുന്ന വിശ്വാസം നിസ്സാരമാണോ? ഇതൊക്കെ കേവലം സംഘടനാ പ്രശ്നം പോലെയുള്ള ഒരു പ്രശ്നം മാത്രമാണോ? ധനം ഒഴുകും, ഇറാനിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ. തീരാത്ത പകയാണ്. സൗദി അറേബ്യ അടക്കം മക്കയും മദീനയും അടങ്ങുന്ന ഹറം വരെ പിടിച്ചെടുത്തിട്ട് അവരുടെ ഈ ചീഞ്ഞ ഷിയായിസം കൊണ്ടുവരണമെന്ന് മോഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇപ്പുറത്തുള്ള ആളുകൾ. ഒരുപാട് ആളുകളെ, നിരപരാധികളെ കൊന്നവരാണവര്. ഈ വിധത്തിലൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഇപ്പുറത്തുള്ള ആളുകളും രണ്ടു കൂട്ടരും നമുക്ക് പിന്താങ്ങാൻ പറ്റിയവരല്ല. പക്ഷേ ഇതിന്റെ ഇടയിൽ ആ നിലക്ക് ഒരു അതാണ് അവരെ ആക്രമിക്കാൻ തുടങ്ങിയത്. അതിന് പുള്ളി പറയുക, പണ്ട് മുതലേ ഉള്ള ഇവരാണ് അതിന് ചരിത്രപരമായി വ്യാഖ്യാനിച്ചു കൊടുത്ത് ഒത്താശ ചെയ്യുന്ന പാദസേവകർ, കാലിനക്കികൾ എന്നൊക്കെ പറയുന്നത്. ഇവരാലാണ് ഈ സമുദായം നയിക്കപ്പെടുന്നത്. ഇവരെ കേൾക്കാനാണ് മണിക്കൂറുകളോളം ആളുകൾ പോയിരിക്കുന്നത്. ദൂതന്റെ വേഷം കെട്ടി നടക്കുന്ന അഹ്ലുസുന്നയുടെ മക്കളെ കൊന്നു തള്ളിയവരെ വെള്ളഭൂഷാനം നടക്കുന്ന വിവരദോഷികൾ പറയുന്ന വിവരക്കേടുകൾ കേട്ട് അതിൽ സായുജ്യമടഞ്ഞ് ഇതൊക്കെ തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കണം. അനിലണ്ണാച്ചിയെ പോലെയുള്ള ആളുകളിൽ നിന്നായിരിക്കണം ഇനി നമ്മളൊക്കെ ദീൻ പഠിക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ ഒരാളിനോട് ഫോൺ ചെയ്യുമ്പോൾ എവിടെയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. സാഹചര്യം അനുസരിച്ച് സംസാരിക്കുന്ന ആളാണ്. സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കും. മറ്റുള്ളവരൊക്കെയോ സാഹചര്യങ്ങളും നോക്കാതെ അങ്ങ് പറയുന്നു എന്നാണ്. ഹുസൈൻ സലഫി ഇവിടെ സാഹചര്യങ്ങളൊക്കെ നോക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റ് സലഫി പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചൊക്കെ സാഹചര്യം നോക്കണം. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടത്.
അതുകൊണ്ടാണ് അവർ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ കയറി അങ്ങോട്ടേക്ക് ഷഹീദിന്റെ പദവിയൊക്കെ കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു, പഠിക്കണമായിരുന്നു. അതൊന്നും നടത്തിയില്ല. തന്റെ തൊള്ളയിൽ തോന്നുന്നതൊക്കെ വിളിച്ചു കൂവി അതിലൂടെ വരുമാനം കണ്ടെത്താം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് താങ്കൾ വീഡിയോ ഇറക്കുമ്പോൾ ഓർക്കേണ്ടത് അതൊക്കെയായിരുന്നു. അത് താങ്കൾ ഓർത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇറങ്ങി സംസാരിക്കേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനിൽ അണ്ണാച്ചിക്ക് കൃത്യമായ ഒരു നസീഹത്ത് കൊടുക്കുന്നുണ്ട് ഒരാള്. അത് അണ്ണാച്ചി തന്നെ വായിച്ചു തരും പറഞ്ഞു. എന്നാലും മുഹമ്മദ് കാക്ക കുറച്ചൊക്കെ അറബ് ലോകത്തുള്ള മുസ്ലിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, ഷിയ സുന്നി വിപ്ലവത്തെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അണ്ണാച്ചിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പഠിക്കാൻ സമയമില്ല. കാരണം 4-5 വീഡിയോകൾ ചെയ്യാനുള്ളതാണ്. ഇവിടെ എവിടെയാണ് പഠിക്കാൻ സമയം? ഇവരെ പോലെയുള്ള ആളുകൾ വിവരക്കേടുകൾ എഴുന്നള്ളിക്കുമ്പോൾ പണ്ഡിതന്മാർ അവർ കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഷിയാക്കളെ കുറിച്ചും ഇറാനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ നാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയങ്ങളിലൊക്കെ എടുത്ത നിലപാടുകൾ എന്താണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.